യാത്രകൾ നമുക്ക് വിനോദത്തോടൊപ്പം നമുക്ക് വിജ്ഞാനവും തരുന്ന ഒന്നാണ്. വിനോദം തരിക എന്നതാൽ നമ്മുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു ഘടകമാണ്. അപ്പോൾ നമ്മുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുമ്പോൾ നമ്മുടെ ശാരീരിക ആരോഗ്യവും മെച്ചപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആരോഗ്യ സംരക്ഷണത്തിന് ആരോഗ്യത്തിന് ഒരു മുതൽക്കൂട്ടാണ് നമ്മൾ ഈ യാത്രകൾ ചെയ്യുക എന്നത്. അപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് ചൈനയിലേക്ക് ഇങ്ങനെ ഒരു യാത്ര ചെയ്യുവാൻ എനിക്ക് ഭാഗ്യം സിദ്ധിച്ചത്. ഞങ്ങൾ 33 പേരുണ്ടായിരുന്നു. സിംഗപ്പൂർ എയർലൈൻസിലാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. സാന്റാ മോണിക്ക ടൂർ ആൻഡ് ട്രാവൽസ് ആണ് ഈ യാത്ര അറേഞ്ച് ചെയ്തത്. ഞങ്ങൾ ആദ്യത്തെ ദിവസം ബീജിങ്ങിൽ ചെന്നപ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ വളരെ ലോ ആയിരുന്നു. -ഡിഗ്രി ആയിരുന്നു അതിന്റെ തലേ ദിവസം ഉണ്ടായിരുന്നത്. റോഡുകളിൽ മുഴുവൻ ഐസ് വിതച്ചിട്ടിരിക്കുകയായിരുന്നു. ചെടികളുടെ മുകളിൽ മുഴുവൻ ഐസ്, പാർക്ക് ചെയ്തിരുന്ന കാറിന്റെ മുകളിലൊക്കെ ഐസ്. വളരെ തണുത്ത കാലാവസ്ഥ. പക്ഷെ അങ്ങനെയുള്ള കാലാവസ്ഥയെ അതിജീവിക്കാൻ വേണ്ടിയുള്ള സന്നാഹങ്ങളോട് കൂടിയായിരുന്നു ഞങ്ങൾ യാത്ര പോയിരുന്നത്. അപ്പോൾ അന്ന് നല്ലൊരു ഹോട്ടലിൽ താമസിച്ചു. അടുത്ത ദിവസം തന്നെ ഞങ്ങൾ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന കാണാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തി. നമ്മളെല്ലാവരും സ്കൂളുകളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയെ പറ്റി കേട്ടിട്ടുണ്ട്. 7 ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ് ഗ്രേറ്റ് വാൾ ഓഫ് ചൈന എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് കാണുവാനുള്ള ആഗ്രഹം അന്ന് കുട്ടിക്കാലം മുതൽ തന്നെ നമ്മുടെയൊക്കെ മനസ്സുകളിലുണ്ട്. ഈ ഗ്രേറ്റ് വാൾ ഏതാണ്ട് 2000 വർഷം മുമ്പ് പണിത ഒരു സ്ട്രക്ചറാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മാൻമെയ്ഡ് സ്ട്രക്ചറുകളിൽ ഒന്നായിട്ടാണ് അതിനെ പരിഗണിക്കുന്നത്. ഏതാണ്ട് 21,000 കിലോമീറ്റർ ദൂരം അതിനുണ്ട്. ഇടസ്ഥലങ്ങളിലൊക്കെ അതിന് വാച്ച് ടവർ ഉണ്ട്. മലമുകളിൽ കൂടി പാമ്പുകൾ ഇഴഞ്ഞു പോകുന്ന പോലെ തന്നെ ഇങ്ങനെ ഇഴഞ്ഞ് കാണുന്നത് വളരെ ദൂരെയുള്ള വാൾ പോലും നമുക്ക് കാണാൻ സാധിക്കും. അത് വളരെ നന്നായിട്ട് തന്നെ ചൈന ഗവൺമെന്റ് അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. ഗ്രേറ്റ് വാളിന്റെ താഴ്വരയിൽ നിന്നും നമുക്ക് മലമുകളിലേക്ക് കയറുവാൻ വേണ്ടി റോപ്പ് വേ സജ്ജമാക്കിയിരുന്നു. അപ്പോൾ ആ റോപ്പ് വേയിൽ കൂടിയാണ് ഞങ്ങൾ യാത്ര ചെയ്ത് അങ്ങനെ മലയുടെ മുകളിലെത്തി. ഗ്രേറ്റ് വാളിന്റെ തൊട്ടടുത്ത് നിന്ന് തന്നെ പലർക്കും ഫോട്ടോകൾ എടുക്കുവാൻ സാധിച്ചു. പിന്നെ ഞങ്ങൾ പോയത് ഫോർബിഡൻ സിറ്റി എന്ന ഒരു ചരിത്ര പ്രസിദ്ധമായ സ്ഥലമാണ്. അതായത് ഒരു കൊട്ടാര സമുച്ചയമാണ് ഈ ഫോർബിഡൻ സിറ്റിയിലുള്ളത്. ചൈനയിലെ ചക്രവർത്തിമാര് താമസിച്ചുകൊണ്ടിരുന്ന ഭരണം നടത്തിക്കൊണ്ടിരുന്ന പാലസ് സമുച്ചയമാണ് അത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സമുച്ചയം എന്ന് യുനെസ്കോയുടെ പൈതൃകത്തിൽ അത് ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒന്നാണത്. ശരിക്കും പറഞ്ഞാൽ കാണേണ്ടതായ കൊട്ടാരങ്ങളാണ്. ഒരു കൊട്ടാരത്തിന്റെ പുറകിൽ ചെന്ന് കഴിയുമ്പോൾ മറ്റൊരു കൊട്ടാരം അതുപോലെ തന്നെ സ്ഥിതി ചെയ്യുന്നു. അങ്ങനെ 5ഓ 8ഓ കൊട്ടാരത്തിന്റെ പുറകു വരെ ഞങ്ങൾക്ക് പോകാൻ സാധിച്ചുള്ളൂ. പിന്നെയും അതങ്ങനെ കിടക്കുകയാണ്. 14-ാം നൂറ്റാണ്ട് മുതൽ 19-ാം നൂറ്റാണ്ട് വരെ ചൈനയെ ഭരിച്ചിരുന്ന ചക്രവർത്തിമാര് ഭരണം നടത്തിക്കൊണ്ടിരുന്നതും താമസിച്ചുകൊണ്ടിരുന്നതുമായ കൊട്ടാര സമുച്ചയമാണ് ഈ ഫോർബിഡൻ സിറ്റിയിലുള്ളത്. ഈ ഫോർബിഡൻ സിറ്റിയുടെ തൊട്ട് മുൻവശത്ത് തന്നെയാണ് ചൈനയുടെ പാർലമെന്റ് എന്നറിയപ്പെടുന്ന ടിയാനൻമെൻ സ്ക്വയർ സ്ഥിതി ചെയ്യുന്നത്. വളരെയധികം ചരിത്ര സംഭവങ്ങൾ നടന്നിട്ടുള്ള ഒരു പാർലമെന്റ് ഹൗസാണത്. 1989 നടന്ന ഒരു കലാപ സാദൃശ്യമുള്ള പ്രൊട്ടസ്റ്റ് അതിന്റെ മുമ്പിൽ നടന്നിരുന്നു. അത് അടിച്ചമർത്താൻ വേണ്ടിയുള്ള ശ്രമത്തിനിടയിൽ 100 കണക്കിന് ആൾക്കാർ മരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഒരു സമ്മർ പാലസ് എന്നും പറഞ്ഞ മറ്റൊരു സ്ഥലമുണ്ട്. അത് രാജാക്കന്മാരൊക്കെ സമ്മർ കാലത്ത് താമസിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. അതിനോട് ചേർന്ന് തന്നെ വളരെ മനോഹരമായ ഒരു ലേക്കുണ്ട്. അവിടെ ബോട്ടിങ്ങിനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. അതും കാണേണ്ട ഒന്ന് തന്നെയാണ്. പിന്നെ ഞങ്ങൾ പോയത് ബീജിങ്ങിലുള്ള ഒളിമ്പിക് സ്റ്റേഡിയത്തിലാണ്. അത് നമ്മൾ കാണേണ്ട ഒന്ന് തന്നെയാണ്. സമ്മർ ഒളിമ്പിക്സ് നടന്ന സ്ഥലമാണത്. അതിന്റെ സ്ട്രക്ചറാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത്. ഒരു സ്റ്റീൽ കൊണ്ടുള്ള ഒരു സ്ട്രക്ചറാണ്. അത് കണ്ടു കഴിഞ്ഞാൽ ഒരു ബേർഡിന്റെ കൂട് പോലെ ഇരിക്കും. അതുകൊണ്ട് തന്നെ അതിനെ ബേർഡ്സ് നെസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ലോകത്തിലെ തന്നെ സ്റ്റീൽ കൊണ്ടുള്ള ഏറ്റവും വലിയ സ്ട്രക്ചർ എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. അടുത്ത ദിവസം ഞങ്ങള് ചൈനയിലെ ഏറ്റവും വലിയ സിറ്റിയായ ഷാങ്ഹായിലേക്ക് യാത്ര തിരിച്ചു. ബുള്ളറ്റ് ട്രെയിനിലായിരുന്നു യാത്ര. ഏതാണ്ട് 350 കിലോമീറ്റർ സ്പീഡിലാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ചൈനയിലെ ഗ്രാമപ്രദേശങ്ങളുടെ ഭംഗി ആവോളം നമുക്ക് ആസ്വദിക്കുന്നതിനോടൊപ്പം തന്നെ ഏതാണ്ട് 4-5 മണിക്കൂറുകൾ കൊണ്ടാണ് അത് ഷാങ്ഹായിൽ എത്തിയത്. ഷാങ്ഹായിൽ എത്തുന്നത് തന്നെ നമ്മളൊരു അണ്ടർഗ്രൗണ്ട് ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷനാണ്. നമ്മുടെ കേരളത്തിലുള്ള ഒരു എയർപോർട്ടിന്റെ അത്രയും വലിപ്പമുണ്ട് അണ്ടർഗ്രൗണ്ടിലുള്ള അവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ. എല്ലാ ആധുനിക സംവിധാനങ്ങളും ആ ഭൂമിക്കടിയിലുള്ള റെയിൽവേ സ്റ്റേഷനിലുണ്ട്. ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന ഹോട്ടലിന്റെ പുറകുവശത്ത് ഒരു റെയിൽവേ സ്റ്റേഷനായിരുന്നു, മറ്റൊരു റെയിൽവേ സ്റ്റേഷൻ. ഓരോ മിനിറ്റിലും ബുള്ളറ്റ് ട്രെയിനുകൾ ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ പോകുന്ന കാഴ്ച നമ്മൾ കാണേണ്ടത് തന്നെയാണ്. പിന്നെ അവിടെ ഒരു ക്ഷേത്രമുണ്ട്. ബുദ്ധക്ഷേത്രത്തിലേക്ക് ഞങ്ങൾ അടുത്ത ദിവസം പോയി. ബുദ്ധന്റെ ഉറങ്ങുന്ന ഒരു പ്രതിമ അവിടെ ഉണ്ട്. വളരെ പൗരാണികമായ ഒരു ക്ഷേത്രമാണത്.
പിന്നെ ഏറ്റവും വലിയ പൊക്കമുള്ള ഒരു ടവർ ഉണ്ട് അവിടെ, ഒരു വലിയൊരു കെട്ടിടം. അതിൻ്റെ ഏതാണ്ട് 62ാമത്തെ നിലയിൽ വരെ നമുക്ക് കയറാവുന്നതാണ്. അവിടെ നിന്ന് നോക്കിയാൽ ഷാങ്ഹായ് ടൗണിന്റെ ഭംഗി മുഴുവൻ നമുക്ക് ആസ്വദിക്കാവുന്നതാണ്. ഷാങ്ഹായ് ടൗണിന്റെ മധ്യഭാഗത്തു കൂടി തന്നെ ഒരു നദി ഒഴുകുന്നുണ്ട്. പിന്നെ ഞങ്ങൾ മാർക്കറ്റിൽ പോയി. ഷോപ്പിങ്ങിന് ഏറ്റവും പറ്റിയ സ്ഥലങ്ങളിൽ ഒന്നാണ് ഷാങ്ഹായ്. ഷാങ്ഹായുടെ ഡെവലപ്മെന്റ്, റോഡുകളും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളും കണ്ടു കഴിയുമ്പോഴാണ് നമ്മൾ എന്തു പുറകിലാണ് എന്ന് വിചാരിക്കുന്നത്. അവരുടെ ഡെവലപ്മെന്റ് എല്ലാം അതുപോലെ തന്നെ എപ്പോഴും ലോകത്തിന്റെ മുൻപന്തിയിൽ നിൽക്കുന്നതാണ്. അവരുടെ ടൗണുകളും അതുപോലെ തന്നെ റോഡുകളും സിറ്റിയും എല്ലാം വളരെ വൃത്തിയായിട്ട്, വളരെ മനോഹരമായിട്ട്, പൂന്തോട്ടങ്ങളെല്ലാം ഒരുക്കി നല്ല ഭംഗിയായിട്ട് ആണ് അവരത് കീപ്പപ്പ് ചെയ്തിരിക്കുന്നത്. നമ്മൾ അവരിൽ നിന്നും ആ പാഠം ഉൾക്കൊണ്ട് നമ്മുടെ നാട്ടിലെയും നഗരങ്ങളും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ റോഡുകളും ഒക്കെ നമുക്ക് അതുപോലെ തന്നെ കീപ്പപ്പ് ചെയ്യേണ്ടതാണ്. പിന്നെ അടുത്ത ദിവസം നമ്മുടെ കുട്ടനാട് പോലെയുള്ള ഒരു പ്രദേശമുണ്ട് അവിടെ. അതായത് ഒരു വാട്ടർ ടൗൺ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. വളരെ പുരാതനമായ ഒരു ടൗൺ ആണ് അവിടെ. അത് ഒരു ഷോപ്പിംഗ് സെന്റർ കൂടിയാണ്. നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയുള്ള ഇഷ്ടം പോലെയുള്ള ആയിരക്കണക്കിന് കടകളാണ് അവിടെ കൂടുതലും ഉള്ളത്. അവിടെ നമ്മൾ നടന്നു പോകുമ്പോഴാണ് ചൈനക്കാരുടെ ഭക്ഷണത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന, നമ്മളൊക്കെ പലപ്പോഴും പറയാറുള്ള പാമ്പുകൾ അല്ലെ പഴുതാരയൊക്കെ അവർ കഴിക്കുന്നുണ്ട് എന്നുള്ള നമുക്ക് നേരിട്ട് ബോധ്യം വന്നത് അതിനെ വറുത്തു വെച്ചിരിക്കുന്നത് കണ്ടപ്പോഴാണ്. പിന്നെ ഷാങ്ഹായുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത അവിടെ ഒരു മാഗ്നറ്റിക് ട്രെയിൻ ഉണ്ട് എന്നുള്ളതാണ്. അതായത് മാഗ്നറ്റിക്കിന്റെ ശക്തി കൊണ്ട് ഓടുന്ന ട്രെയിൻ, അതായത് ഭൂമിയിൽ തൊടാതെ അല്പം ഭൂമിയിൽ നിന്ന് പൊങ്ങി വളരെ സ്പീഡിൽ പോകുന്ന ട്രെയിനാണ്. ഞങ്ങൾക്ക് അതിൽ കയറാൻ ഭാഗ്യം സിദ്ധിച്ചു. ഏതാണ്ട് 8 കിലോമീറ്ററോളം ഞങ്ങൾ അത് യാത്ര ചെയ്തു. ലോകത്ത് തന്നെ മാഗ്നറ്റിക് ട്രെയിൻ ഷാങ്ഹായിൽ മാത്രമേ ഉള്ളൂ. അടുത്ത ദിവസം തന്നെ സിംഗപ്പൂർ എയർലൈൻസിന്റെ ഫ്ലൈറ്റിൽ ഷാങ്ഹായിൽ നിന്നും ഞങ്ങൾ നേരിട്ട് സിംഗപ്പൂരിലെത്തി. സിംഗപ്പൂരിൽ നിന്നും കൊച്ചിയിലേക്ക് വന്നു. അങ്ങനെ വളരെ സന്തോഷകരമായ ഏതാണ്ട് 8-9 ദിവസം നീണ്ടു നിന്ന യാത്ര വളരെ വൈജ്ഞാനികമായിരുന്നു, വളരെ വിനോദകരമായിരുന്നു. ധാരാളം അറിവുകളും ധാരാളം കാര്യങ്ങളും നമുക്കതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചു. അത് മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്പെടട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ആ വിഷയം നമ്മൾ ഇന്നിവിടെ ചർച്ചയ്ക്കായിട്ട് എടുത്തത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.